പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ ഒരു വലിയ ആഘോഷങ്ങളൊന്നാണ് ആറ്റുകാൽ പൊങ്കാല. സാധാരണ തിരുവനന്തപുരത്തെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞത് പൊങ്കാല നൈവേദ്യം കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നഗരം മുഴുവൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പഴയപടി അല്ലെങ്കിൽ പഴയതിലും കൂടുതൽ ഈ വൃത്തിയോടുകൂടി ആ നഗരത്തെ പരിപാലിക്കുന്നതാണ് നമ്മൾ ഇത്രയും കാലം വരെ കഴിഞ്ഞ വർഷം വരെ കണ്ടത്. പക്ഷേ ഇത്തവണ അങ്ങനത്തെ കാഴ്ചകളായിരുന്നില്ല. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, തിരുവനന്തപുരത്ത് ഇപ്പോൾ CPIM-ന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ ആറ്റുകാൽ പൊങ്കാല മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യണം. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒപ്പം തന്നെ ദേവൻ MP അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ദേവൻ, ഈ നഗരത്തിൽ പലയിടങ്ങളും വൃത്തിയാക്കി, പൂർണ്ണമായിട്ടും മോശമാണെന്ന് പറയാൻ പറ്റില്ല, പലയിടങ്ങളും വൃത്തിയാക്കി. പക്ഷേ പലയിടങ്ങളിൽ തൊട്ടതുമില്ല, അങ്ങനത്തെ പ്രശ്നവും ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുകാർ ഇത്രയും കാലം കണ്ടുവന്ന രീതിയല്ല ഇപ്പോൾ കണ്ടത്. കാരണം ഇത്രയും ദിവസമൊക്കെ, കാരണം പൊങ്കാല കഴിഞ്ഞത് ഒരാഴ്ച ആവാൻ പോവാണ്, എന്നിട്ടും ആ മാലിന്യങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇപ്പോൾ എന്താ അവിടെ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? സേതു, കഴിഞ്ഞ 3-ാം തീയതിയായിരുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ നഗരസഭയും ആറ്റുകാൽ ക്ഷേത്രം ട്രസ്റ്റും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊങ്കാലയ്ക്ക് എത്തിയ ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യത്തോടുകൂടി തന്നെ പൊങ്കാല അർപ്പിച്ചുകൊണ്ട് മടങ്ങാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. പക്ഷേ പൊങ്കാല അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ വിവാദങ്ങൾ ഇപ്പോൾ തുടർച്ചയാവുകയാണ്. പ്രത്യേകിച്ചും ഈ നഗരസഭ, തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉയർന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ പൊങ്കാല മാലിന്യങ്ങൾ യഥാസമയം നഗരത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം തന്നെ റോഡുകളിൽ നിന്നും നീക്കം ചെയ്യാനായി ചെറിയ കാലതാമസം ഉണ്ടായി, അല്ലെങ്കിൽ അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ പൊങ്കാല കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇപ്പോഴും പൊങ്കാല മാലിന്യങ്ങൾ അവശേഷിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോർപ്പറേഷൻ ശേഖരിച്ച മാലിന്യങ്ങൾ വേർതിരിക്കാതെ KSRTCയുടെ ഈഞ്ചക്കലുള്ള പുരയിടത്തിൽ അലക്ഷ്യമായി കൊണ്ട് തള്ളുന്ന ഒരു വാർത്തയെ നമ്മൾ ഇന്നലെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ മാലിന്യ ശുചീകരണത്തിൽ യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ പൊങ്കാല മാലിന്യങ്ങൾ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ കോർപ്പറേഷൻ സ്വീകരിച്ചിരിക്കുന്ന അത്തരം ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്ന കാര്യം വലിയ രീതിയിൽ വ്യാപകമായി പരാതിയായി ഉയർന്നു വരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലും ഒപ്പം തന്നെ ഒരു സമരമാർഗം എന്നുള്ള രീതിയിലും ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ശുചിയാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ CPIM പാളയം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ പരിസരത്താണ് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ. ആ പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകളടക്കം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. ഇവരിപ്പോൾ രാവിലെ ഇവിടെ എത്തി ഇപ്പോൾ ശുചിയാക്കാൻ തുടങ്ങിയ ശേഷം മാത്രമാണ് ഈ ചുടുകട്ടകളെല്ലാം തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് ഇത്തരത്തിൽ അടുക്കി വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റ് പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച മറ്റ് ഈ ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങളും അവ പൊങ്കാലയ്ക്ക് ശേഷം ബാക്കി വന്ന വസ്തുക്കളും എല്ലാം തന്നെ അതേപടി തന്നെയായിരുന്നു ഈ കോളേജ് ക്യാമ്പസിനുള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴാണ് ഈ CPM-ന്റെ പ്രവർത്തകർ ഇവിടെ എത്തിക്കൊണ്ട് ഇപ്പോൾ അത് നഗരം ശുചിയാക്കുകയാണ്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഇപ്പോഴും മാലിന്യം അവശേഷിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും നമ്മളോടൊപ്പം വഞ്ചിയൂർ വാർഡ് കൗൺസിലർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ BJP ഭരണസമിതിക്ക് വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പരാതിയായിട്ട് ഉയർന്നു വരുന്നത്. പരാതി ഇപ്പം നേരിൽ തന്നെ കാണാമല്ലോ, നമുക്ക് നേരിട്ട് അനുഭവമല്ലേ. ഞാനൊരു മുമ്പും 5 വർഷം കൗൺസിലറായും ചെയർമാനായും പ്രവർത്തിച്ച ആളാണ് 2015-20 കാലഘട്ടത്തിൽ. അതിനുശേഷം നമുക്കറിയാം, അതിനുശേഷമുള്ള പ്രവർത്തനത്തിലും ഞാൻ കൗൺസിലർ അല്ലെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം സജീവമായി രംഗത്തുണ്ടായിരുന്ന ആളാണ്. എൻ്റെ ഈ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിലും ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിലും ഇത്തരത്തിൽ ഒരു രീതി കണ്ടിട്ടില്ല. കാരണം സാധാരണഗതിയിൽ നഗരസഭ മുഴുവൻ മാലിന്യവും രാത്രി കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യും. മെയിൻ റോഡിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവർ രാത്രി, ഞാൻ കണ്ടിട്ടുള്ള 10 മണി 11 മണിയോടുകൂടി തന്നെ കൃത്രിമ മഴ പെയ്യ്ക്കും. അവരിങ്ങനെ സ്റ്റാച്യു നിന്ന് തുടങ്ങി ആറ്റുകാൽ വരെ പോയി മറ്റ് റോഡുകളെല്ലാം പേയിപ്പിച്ച് തിരിച്ച് സ്റ്റാച്യൂവിൽ വന്ന് അവസാനിക്കുകയാണ് അവർ ചെയ്യുന്ന പതിവ്. ഇപ്രാവശ്യം മഴ പെയ്യ്ക്കുന്ന ഏർപ്പാടെല്ലാം പോകുന്നത് കണ്ടു. പക്ഷേ അവര് മഴ പൊങ്കാല കഴിഞ്ഞു, അതിന് പിന്നാലെ കൃത്രിമ മഴയൊക്കെ പെയ്യിപ്പിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ മറ്റ് പ്രവർത്തനങ്ങളൊന്നും കാര്യക്ഷമമായിട്ട് നടന്നില്ല. ഇപ്പം ഈ സാധാരണ പൊങ്കാലയൊക്കെ നിവേദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സെക്രട്ടേറിയറ്റ് പരിസരം, അതേപോലെ തന്നെ ജഗതി ഭാഗം, അങ്ങനെ ഈ നഗരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പൊങ്കാല നിവേദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ശുചീകരണ തൊഴിലാളികൾ ഇറങ്ങുകയും വൃത്തിയാക്കൽ തുടങ്ങുകയൊക്കെയാണ് സാധാരണ കണ്ടുവരാറ്. പക്ഷേ ഇത്തവണ അതിലും ലാഗ് അടിച്ചു.